ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാം ഭാവിയെക്കുറിച്ചുള്ളൊരു വിഷയമാണ്. നമ്മുടെ ജോലിയെക്കുറിച്ചുള്ള എല്ലാ സങ്കല്പങ്ങളെയും അടിമുടി മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു വലിയ പ്രവചനത്തെക്കുറിച്ച്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് AI. നമ്മുടെ ജീവിതം എങ്ങനെയാണ് മാറ്റാൻ പോകുന്നതെന്ന് ഒന്ന് ആഴത്തിൽ നോക്കിയാലോ? അപ്പോൾ റെഡിയല്ലേ? അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഇത് വെറുമൊരു പ്രവചനമല്ല, ശരിക്കും നമ്മുടെ എല്ലാവരെയും ഒന്ന് പിടിച്ചുകുലുക്കാൻ പോകുന്നൊരു കാര്യമാണ്. ഒരു പ്രമുഖ വിദഗ്ധൻ മുന്നോട്ട് വയ്ക്കുന്നൊരു വാദം. സത്യം പറഞ്ഞാൽ ഇത് കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ഭാവിയെക്കുറിച്ചൊന്ന് സീരിയസായി ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല. ഒന്ന് കേട്ടു നോക്കൂ. 5 വർഷത്തിനുള്ളിൽ 99% ജോലികളും AI ഏറ്റെടുക്കും. ഇത് വെറുമൊരു തലക്കെട്ടല്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ. 99%. അതായത് നമ്മളിൽ മിക്കവരും ഇന്ന് ചെയ്യുന്ന ജോലികൾ വെറും 5 വർഷം കൊണ്ട് ഇല്ലാതാവുമെന്ന്. ശരിക്കും ഇതിൻ്റെ ഒരു വ്യാപ്തി എത്ര വലുതാണെന്ന് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? സത്യം പറയാലോ, ഇത് ആദ്യമായി കേട്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടിപ്പോയി. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, ആരാണിത് പറയുന്നത്? വെറുതെ ആരെങ്കിലും പറയുന്നതാണോ? അല്ല, ഇത് പറയുന്നത് ഡോക്ടർ റോമൻ യാംബോൾസ്കിയാണ്. ഈ രംഗത്തൊരു തുടക്കക്കാരനൊന്നുമല്ല അദ്ദേഹം. ലൂയിസ്വെൽ സർവകലാശാലയിലെ ഒരു പ്രശസ്ത കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനാണ്. AI സുരക്ഷാ രംഗത്തെ ഏറ്റവും വലിയ പേരുകളിൽ ഒന്നാണ് അദ്ദേഹത്തിൻ്റേത്. അപ്പോൾ അങ്ങനെ ഒരാളിത് പറയുമ്പോൾ അതിനൊരു ഗൗരവമുണ്ട്, അല്ലേ? അപ്പോൾ എപ്പോഴാണ് ഈ വലിയ മാറ്റം വരാൻ പോകുന്നത്? യാംബോൾസ്കി പറയുന്ന വർഷം ഇതാണ്, 2027. അതെ, 2027. അതായത് വിരലിലെണ്ണാവുന്ന വർഷങ്ങൾക്കപ്പുറം, നമ്മുടെ തൊട്ടുമുന്നിൽ. ഈ ഒരു വർഷം കേൾക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആയി തോന്നുമല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തവണത്തെ AI ഇത്രയ്ക്ക് അപകടകാരിയാവുന്നത്? അല്ലെങ്കിൽ എന്താണ് ഇതിന് ഇത്ര വ്യത്യസ്തമാക്കുന്നത്? കാരണം നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന AI-യെക്കുറിച്ചല്ല. ഇതൊരു പുതിയ സംഭവമാണ്, AGI. ഇതാണ് ശരിക്കും കളിയുടെ ഗതി മാറ്റാൻ പോകുന്ന ആ ഒരു ഗെയിം ചേഞ്ചർ. ഇവിടെയാണ് ശരിക്കും വ്യത്യാസം വരുന്നത്. നോക്കൂ, നമ്മളിന്ന് ഉപയോഗിക്കുന്ന AI, നമ്മുടെ ഫോണിലുള്ള സിറിയോ അലക്സിയോ ഒക്കെ ഓരോരോ പ്രത്യേക ജോലികൾ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. എന്നാൽ AGI അഥവാ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് അങ്ങനെയല്ല. അത് മനുഷ്യന്റെ ബുദ്ധി പോലെയാണ്. മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏത് ബൗദ്ധികമായ ജോലിയും ചെയ്യാൻ അതിന് കഴിയും, ചിലപ്പോൾ നമ്മളെക്കാൾ നന്നായിട്ട് തന്നെ. അപ്പോൾ ഈ AI എങ്ങനെയായിരിക്കും ജോലികൾ ഏറ്റെടുക്കുക? യാംബോൾസ്കി പറയുന്നത് അതിനൊരു ക്രമമുണ്ടെന്നാണ്. ആദ്യം പോകുന്നത് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യുന്ന ജോലികളായിരിക്കും. കണ്ടന്റ് എഴുതുന്നവർ, പത്രപ്രവർത്തകർ, കോഡ് ചെയ്യുന്നവർ, ഇവരുടെയൊക്കെ ജോലി ആദ്യം പോകും. അതിനുശേഷം റോബോട്ടിക്സ് കുറച്ചുകൂടി മെച്ചപ്പെടുമല്ലോ. അപ്പോൾ പിന്നെ ഫാക്ടറിയിലെ ജോലികളും ഡ്രൈവിങ്ങും ഒക്കെ അതും AI-യുടെ കയ്യിലാകും. ശരി, അപ്പോൾ നമുക്ക് പുതിയ സ്കിൽസൊക്കെ പഠിച്ച് രക്ഷപ്പെടാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, അല്ലേ? പക്ഷേ അവിടെയാണ് അടുത്ത പ്രശ്നം. യാംബോൾസ്കി പറയുന്ന പ്രധാന കാര്യം ഇതാണ്: നമ്മളൊരു പുതിയ സ്കിൽ പഠിച്ചെടുക്കുന്ന സമയത്തിനുള്ളിൽ AI ഒരു മേഖല മുഴുവൻ പഠിച്ചെടുക്കും, അതും നമ്മളെക്കാൾ എത്രയോ വേഗത്തിൽ. അപ്പോൾ ഈ വേഗതയുടെ മുന്നിൽ നമ്മൾ പിടിച്ചു നിൽക്കുമോ? അതാണ് ചോദ്യം. അപ്പോൾ 99% ജോലികളും പോവുകയാണെങ്കിൽ ആ ബാക്കിയുള്ള 1% ഏതായിരിക്കും? ആർക്കൊക്കെയായിരിക്കും ജോലി ബാക്കിയുണ്ടാവുക? നമുക്ക് നോക്കാം ഈ AI തരംഗത്തെ അതിജീവിക്കാൻ സാധ്യതയുള്ള ആ ജോലികൾ ഏതൊക്കെയാണെന്ന്. ഒരുപക്ഷേ നിങ്ങളുടെ ജോലി ഇതിൽ കാണുമായിരിക്കും. യാംബോൾസ്കി 5 വിഭാഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തേത് സമ്പന്നർക്കുള്ള പേഴ്സണൽ സർവീസുകൾ, അതായത് ഒരു സ്റ്റാറ്റസ് ആയിട്ട് മനുഷ്യരെ തന്നെ കൂടെ നിർത്തുന്നത്. രണ്ടാമത്തേത് സഹാനുഭൂതി വേണ്ട ജോലികൾ, നഴ്സുമാർ, തെറാപ്പിസ്റ്റുകൾ, അവിടെയൊക്കെ ഒരു മനുഷ്യന്റെ സാന്നിധ്യം പ്രധാനമാണല്ലോ. മൂന്നാമത് AI-യെ നിയന്ത്രിക്കാനും മേൽനോട്ടം വഹിക്കാനുമുള്ള ആളുകൾ. പിന്നെ AI-യെ സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന സഹായികൾ. അവസാനമായി തുടക്കത്തിലാണെങ്കിലും പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിനും സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഓക്കെ, അപ്പോൾ ജോലിയുടെ കാര്യം നമ്മൾ സംസാരിച്ചു. പക്ഷേ ഇതിൻ്റെ പ്രത്യാഘാതം അവിടെ നിൽക്കില്ല. ഇത്രയും വലിയൊരു മാറ്റം വരുമ്പം അത് നമ്മുടെ സമൂഹത്തെ മൊത്തത്തിൽ എങ്ങനെയായിരിക്കും ബാധിക്കുക? നമ്മുടെ ജീവിത രീതി, നമ്മുടെ സാമൂഹിക ഘടന, എന്തിനേറെ മനുഷ്യൻ എന്ന നിലയിലുള്ള നമ്മുടെ നിലനിൽപ്പിനെക്കുറിച്ച് വരെ ഇത് വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായ ചോദ്യം ഇതാണ്: ജോലിയൊന്നുമില്ലാത്തൊരു ലോകത്ത് നമ്മൾ എങ്ങനെ ജീവിക്കും? കോടിക്കണക്കിന് ആളുകൾക്ക് വരുമാനമില്ലാതായാൽ അവരെങ്ങനെ മുന്നോട്ടു പോകും? ഇതൊരു ഭയപ്പെടുത്തുന്ന ചോദ്യമാണ്. പക്ഷേ ഈ ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ ഒരുപക്ഷെ ഒരു പരിഹാരത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങേണ്ടത്. ഇവിടെയാണ് യൂണിവേഴ്സൽ ബേസിക് ഇൻകം അഥവാ UBI എന്ന ആശയം വരുന്നത്. എന്താണിത്? വളരെ ലളിതമായി പറഞ്ഞാൽ, AI കാരണമുണ്ടാകുന്ന ഭീമമായ ലാഭമുണ്ടല്ലോ, അത് സർക്കാരുകൾ എടുത്ത് രാജ്യത്തെ ഓരോ പൗരനും ജീവിക്കാൻ ആവശ്യമായ ഒരു അടിസ്ഥാന വരുമാനം എല്ലാ മാസവും നൽകുക. അതാണ് UBI. പക്ഷേ ഇത് കേൾക്കാൻ നല്ല രസമുണ്ടെങ്കിലും നടപ്പിലാക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം നമ്മുടെ ഇന്നത്തെ സാമ്പത്തിക വ്യവസ്ഥകളൊന്നും ഇതിനു വേണ്ടി ഉണ്ടാക്കിയതല്ല. പ്രത്യേകിച്ച് ഇന്ത്യയെപ്പോലെ ഇത്രയധികം ജനസംഖ്യയുള്ളൊരു രാജ്യത്ത് എല്ലാവർക്കും ഇങ്ങനെ പണം നൽകുക എന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര വലിയൊരു വെല്ലുവിളിയാണ്. ഇത് ശരിക്കും വലിയ സാമൂഹിക പ്രശ്നങ്ങൾക്ക് വരെ കാരണമായേക്കാം. അപ്പോൾ ഇതെല്ലാം കേട്ട് നമ്മൾ എന്തു ചെയ്യണം?
വെറുതെ പേടിച്ച് ഒന്നും ചെയ്യാതിരിക്കണോ, അതോ ഇതിനെ നേരിടാൻ തയ്യാറെടുക്കണോ? ഇവിടെയാണ് നമ്മളൊരു തീരുമാനമെടുക്കേണ്ടത്. ഇത് വെറും ഒരു ഭീഷണിയല്ല, ഒരു മുൻകരുതലാണ്. അതെ, ഈ മുന്നറിയിപ്പുകളെ നമ്മളൊരു ഭീഷണിയായിട്ടല്ല കാണേണ്ടത്, മറിച്ച് വരാൻ പോകുന്ന വലിയ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മുൻകരുതലായിട്ട് കാണണം. നമ്മളെ ഭയപ്പെടുത്താനല്ല, നമ്മളെ തയ്യാറെടുപ്പിക്കാനാണ് ഇത്തരം ചർച്ചകൾ. ഇവിടെയാണ് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. സാങ്കേതികവിദ്യ നമ്മളെ ഭരിക്കുകയല്ല വേണ്ടത്, മനുഷ്യന്റെ പുരോഗതിക്ക് വേണ്ടി നമ്മളതിനെ ഉപയോഗിക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി നമ്മുടെ ഗവൺമെന്റുകളും നയരൂപകർത്താക്കളുമെല്ലാം AI സുരക്ഷയെക്കുറിച്ചും തൊഴിൽ മേഖലയിലെ മാറ്റങ്ങളെക്കുറിച്ചും വളരെ ഗൗരവമായി ഇപ്പോൾ തന്നെ സംസാരിച്ചു തുടങ്ങണം. സമയം അതിക്രമിക്കുകയാണ്. അപ്പോൾ ഒരവസാനത്തെ ചോദ്യം. നമ്മളിൽ പലർക്കും നമ്മുടെ ജോലി എന്നത് വെറുമൊരു വരുമാനമാർഗം മാത്രമല്ല, അല്ലേ? അത് നമ്മുടെ ഐഡന്റിറ്റിയുടെ, നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഒരു ഭാഗമാണ്. നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ജോലിയുടെ പേരാകും പറയുക. അപ്പോൾ യന്ത്രങ്ങൾ ആ ജോലി ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ആരായി തീരും? ഇതൊരു വലിയ ചോദ്യമാണ്, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചിന്തിക്കാനുള്ളൊരു ചോദ്യം.